അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2026 ജൂലൈ മാസം 18-ാം തീയതി മുതൽ നടക്കുന്ന സമസ്ത പാദവാർഷിക പരീക്ഷയുടെ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ചോദ്യ പേപ്പർ, മോഡൽ ചോദ്യ പേപ്പർ, അതിന്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം, ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സിന്റെ ഉത്തരങ്ങൾ അറബിൽ എഴുതുക എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മഹാദ, ഇതെന്താണ് എന്നാ ചോദിക്കുന്നത്. അടിയിലൊരു മാങ്ങയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിനുത്തരം മഹാദ, ഇതെന്താണ്. ഹാദ മാഞ്ച, ഇത് മാങ്ങയാണ്. മഹാദിഹി, ഇതെന്താണ്. അവിടെ ഒരു പൂച്ചയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാണ്. മൻ ഹാദ, ഇത് ആരാണ്. ഒരു കുട്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഹാദ ബാസിമൻ, ഇത് ബാസിമാണ്. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്, അങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ അതാ വലതും എഴുതിയാലും ശരിയാണ്. മഹാദിഹി, ഇതാരാണ്. ഇതെന്താണ്. അവിടെ റോസാപ്പൂവാണ്. ഹാദിഹി സഹറത്തുൻ എന്ന് എഴുതണം, ഇത് പൂവാണ്. ഇനി നുക്കമ്മിലുമായി നാസിബ്, ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായതെടുത്ത് പൂരിപ്പിക്കുക. ബ്രാക്കറ്റില് ഹാദ എന്നുണ്ട്, ഹാദിഹി എന്നും കാണാം. ഇവിടെ കുറച്ച് പദങ്ങളുണ്ട്, അത് പുല്ലിംഗത്തിനോട് കൂടെ ഹാദ എന്നും സ്ത്രീലിംഗത്തോട് കൂടെ ഹാദിഹി എന്നും ഉപയോഗിക്കാം. ചുരുക്കി മനസ്സിലാക്കുകയാണെങ്കിൽ താഴെയുള്ള പദങ്ങൾ അവസാനിക്കുന്ന പദങ്ങള് സ്ത്രീലിംഗമായിരിക്കും. ഹാദ ബാബുൻ, ഇത് വാതിലാണ്. ആദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. ഹാദ കുർസിയുൻ, ഇത് കസേരയാണ്. ആദിഹി ദജാജത്തുൻ, ഇത് പിടക്കോയാണ്. ഹാദ ദീക്കുൻ, ഇത് പൂവൻകോയാണ്. ഹാദി സിയാറത്തുൻ, ഇത് കാറാണ്. ഇനി അടുത്തത് ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ പൂരിപ്പിക്കുക. 1 അന ഉസ്താദുൻ. 2 ഇവിടെ ഇബ്നുൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ പെൺകുട്ടി ആൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അതാണ് എഴുതേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. അൻത ഇബ്നുൻ, നീ മകനാണ്. അടുത്ത ചോദ്യം ബിന്താണ്. ആൺകുട്ടി പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു, അൻതി ബിന്തുൻ, നീ പെൺകുട്ടിയാണ്. അടുത്തതൊരു പഴത്തിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, മൗസിൻ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. പഴം സ്വയം സംസാരിക്കുകയാണ്, അന മൗസിൻ, ഞാൻ മൗസാണ്, ഞാൻ പഴമാകുന്നു. അടുത്തത് കൈതച്ചക്ക സ്വയം സംസാരിക്കുന്നു, അപ്പോൾ അനാനാസൻ, ഞാൻ കൈതച്ചക്കയാണ് എന്ന് എഴുതണം. ഇത്രയുമാണ് മോഡൽ ചോദ്യ പേപ്പറിൽ നിങ്ങളെ കാണിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.